പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ ബോംബിനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനമായിട്ടും അത് അടുക്കളകളിലാണ് കാണുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നുമല്ല, LPG ഗ്യാസാണ്. LPG ഗ്യാസ് എന്ന് പറയുന്നത് സത്യത്തിലൊരു ബോംബാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ വീട്ടിലെ അമ്മമാർ വളരെയധികം ശ്രദ്ധാപൂർവം ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ അറിവിലേക്ക് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ഈ LPG ഗ്യാസ് നിറച്ചിരിക്കുന്ന സിലിണ്ടർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി വിവരിക്കുന്നത്. അതിനുശേഷം ഉള്ള വീഡിയോകളിൽ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമുക്ക് LPG സിലിണ്ടറിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ചും ഇതിലടങ്ങിയിരിക്കുന്ന ഗ്യാസിനെ കുറിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഇതിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തിന് ഇത് നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഹാൻഡിലാണ്. അത് 3 പ്ലേറ്റുമായിട്ട് ഈ റിങ് ബന്ധിച്ചിരിക്കുന്നു. അതുകൂടാതെ ഇതിന് ഗ്യാസ് നിറച്ചിരിക്കുന്ന ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതുകൂടാതെ ഇത് അതിൻ്റെ സ്റ്റാൻഡാണ്, അതായത് നിലത്ത് ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഈ ടോപ്പിലായിട്ടാണ് ഇതിൻ്റെ ഗ്യാസിൻ്റെ, ഇതിന് പറയുന്നത് ഒരു ബ്ലാങ്ക് ക്യാപ്പ്, ഒരു വൈറ്റ് ബ്ലാങ്ക് ക്യാപ്പാണ്. കണ്ടല്ലോ, ഇതൊരു വൈറ്റ് ബ്ലാങ്ക് ക്യാപ്പാണ്. ഇത് നമ്മൾ ഈ നൂലുകൊണ്ട് വലിച്ച് കഴിയുമ്പോൾ ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ നോബിനകത്ത് ഒരു വാൽവുണ്ട്. അതൊരു നോൺ റിട്ടേൺ വാൽവാണ്. ഈ നോൺ റിട്ടേൺ വാൽവ് കൂടാതെ അതിനകത്ത് റബ്ബർ ഒരു വാഷറുണ്ട്. ആ വാഷർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ വാഷർ, അതിനോടൊപ്പം തന്നെ ഒരു നോൺ റിട്ടേൺ വാൽവുണ്ട്. ഈ നോൺ റിട്ടേൺ വാൽവിലേക്കാണ് നമ്മൾ ഇതിൻ്റെ റെഗുലേറ്റർ ഘടിപ്പിക്കുന്നത്. റെഗുലേറ്റർ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാസ് നമ്മുടെ അടുപ്പിലേക്ക് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അടുപ്പിലേക്ക് വരും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കുറച്ച് കാര്യം പറഞ്ഞു. അതുകൂടാതെ ഇതിൻ്റെ വെയിറ്റാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന് നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വെയിറ്റ് 14.2 ആണ്. 14.2 ഗ്യാസാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. അതിൻ്റെ സിലിണ്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 15.6 കിലോഗ്രാമാണ്. അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് 29.8 കിലോഗ്രാമാണ്, kg ആണ്. അപ്പം ഇതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് കാർബണിൻ്റെ അംശം തീരെ കുറവാണ്. ഈ കാർബണിൻ്റെ അംശം കുറവായതുകൊണ്ട് തന്നെ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മൈൽഡ് സ്റ്റീൽ കൊണ്ടുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ ഒന്നാമതായിട്ട് ഉള്ളത് അതിൻ്റെ ഹാൻഡിലാണ്. ഈ ഹാൻഡിലിൻ്റെ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ആൽഫബറ്റും അതോടൊപ്പം തന്നെ 2 ഡിജിറ്റും കാണും. ഈ ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ 4 ക്വാർട്ടറായിട്ട് തിരിക്കുന്നതിന് സൂചിപ്പിച്ചിരിക്കുന്നതാണ്. ഈ ഡിജിറ്റ് എന്ന് പറയുന്നത് വർഷത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തെ 4 ക്വാർട്ടർ, 3 മാസം കൂടിയുള്ള 4 ക്വാർട്ടറായിട്ട്, അതായത് A എന്ന് പറഞ്ഞ ഇവിടെ ഇതിനകത്ത് 2028 എന്നാണ് കാണിച്ചിരിക്കുന്നത്. 2028 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2028 ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഇത് ഉപയോഗിക്കാം. അതിനുശേഷം ഈ ഗ്യാസ് സിലിണ്ടർ എക്സ്പയർ ആണ്, അതായത് എക്സ്പയർ ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഗ്യാസ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ എക്സ്പയർ ഡേറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നോക്കി വേണം ഗ്യാസ് നമ്മൾ റീഫിൽ ചെയ്യാൻ നേരം, നമ്മൾ ഗ്യാസ് എടുക്കുന്ന നേരം ഇത് നോക്കണം. അപ്പോൾ തന്നെ B ആണെങ്കിൽ
അതിൻ്റെ അടുത്ത 3 മാസം, സി ആണെങ്കിൽ അടുത്ത മാസം, അങ്ങനെ അവസാനത്തെ മാസമാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തെ 4 ക്വാർട്ടർ, 3 മാസങ്ങൾ കൂടുന്ന 4 ക്വാർട്ടറായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ച് അറിയാൻ ആയിട്ട് ഉള്ളത്. ഇനി അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഗ്യാസിൻ്റെ ഇത് ഹൈഡ്രോ കാർബൺ ഗ്യാസസ് ആണ്. അതിനകത്ത് പ്രൊപ്പൈൻ, ബ്യൂട്ടൈനാണ് പ്രധാനമായിട്ട് അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ ഐസോ ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പലൈൻ എന്ന് പറയുന്ന ഗ്യാസ് കൂടി ഇതിനകത്ത് അല്പമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്, അതായത് എക്സ്പ്ലോസീവ് ആകാൻ സാധ്യതയുണ്ട്. ഇത് പ്രഷറൈസ്ഡ് ചെയ്ത് ഇതിനുള്ളിൽ നിറച്ചിരിക്കുകയാണ്, അതായത് ദ്രാവക രൂപത്തിൽ. അതുകൊണ്ടാണ് LPG എന്ന് പറയുന്നത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്, അതാണ് LPG എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രഷറൈസ് ചെയ്ത് ദ്രാവക രൂപത്തിൽ നിറച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ റെഗുലേറ്റർ വഴി വീണ്ടും ഇത് ഓപ്പൺ ആകുമ്പോൾ ഇത് ഗ്യാസ് ഫോമിലേക്ക് മാറും. അങ്ങനെയാണ് നമ്മൾ ഇത് അടുക്കളയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്യാസായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഇത് ഉപയോഗിക്കുമ്പോഴും അത് ഓഫ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.